ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. വേദപുസ്തകം 1500 പരം ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത്രയും തർജ്ജമ ചെയ്ത വേറെ പുസ്തകങ്ങളില്ല എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. 66 പുസ്തകങ്ങളിൽ കാണുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ അറക്കപ്പെട്ട കുഞ്ഞാട് ആണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ അവൻ സർവ്വസൈന്യാധിപനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപനാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ അവൻ വിശ്വസ്തനായ വീണ്ടെടുപ്പുകാരനാണ്. 2 രാജാക്കന്മാരുടെ 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, 1 ശമൂവേൽ, 2 ശമൂവേൽ എന്നീ പുസ്തകങ്ങളിൽ അവൻ ദാവീദിന്റെ സന്തതിയാണ്. എസ്രായുടെ പുസ്തകത്തിൽ അവൻ ശക്തനായ ശാസ്ത്രിയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ പ്രിയനായ രാജാവ് ആണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിലുള്ള മധ്യസ്ഥനാണ്. യോബിൻ്റെ പുസ്തകത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ്. സങ്കീർത്തനത്തിൽ അവൻ ഒരു നല്ല ഇടയനാണ്. സദൃശവാക്യത്തിൽ അവൻ ജ്ഞാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭാപ്രസംഗിയിൽ അവൻ ദൈവത്തെ ഓർക്കുന്ന എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നവനാണ്. ഉത്തമഗീതത്തിൽ അവൻ 10,000-ങ്ങളിൽ സുന്ദരനും ശാരോനിലെ പനിനീർ പൂവുമാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ അത്ഭുതമന്ത്രി, ധീരനാം ദൈവം, നിത്യ പിതാവാണ് എന്ന് നമുക്ക് അറിയാം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. വിലാപങ്ങളിൽ അവൻ നമ്മുടെ രക്ഷകൻ ആണ്. യഹസ്കേലിൻ്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അവൻ തീയുടെ നടുവിൽ 4-മനായി വെളിപ്പെട്ടവനാണ്. സിംഹങ്ങളുടെ വായ അടച്ചവൻ ആണ്. ഓശയുടെ പുസ്തകത്തിൽ അവൻ മടങ്ങി പോയവരെ സ്നേഹിച്ച് തിരികെ കൊണ്ടുവരുന്നവൻ ആണ്. യോവേലിൻ്റെ പുസ്തകത്തിൽ അവൻ വെട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്ന് കളഞ്ഞ സമ്പത്തുകളെ തിരികെ കൊണ്ടുവന്നവനാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ അവൻ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്. ഉപദ്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്. യോനായുടെ പുസ്തകത്തിൽ അവൻ മഹാദയാലുവാണ്. മീഖായുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. നാഹൂമിൻ്റെ പുസ്തകത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ അവൻ വൈകിപ്പോയ പ്രവചനങ്ങളെ നമ്മളിലേക്ക് വലിച്ച് അടുപ്പിച്ചവനാണ്. സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ്. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ അവൻ സകല ജാതികളുടെയും മനോഹര വസ്തുവാണ്. സഖര്യാവിൻ്റെ പുസ്തകത്തിൽ അവൻ കൃപയായി വെളിപ്പെട്ടവനാണ്. മലാഖിയുടെ പുസ്തകത്തിൽ അവൻ നീതിയുടെ സൂര്യനാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവാണ്. മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ ദാസനാണ്. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ്. ആ അപ്പോസ്തല പ്രവൃത്തികളിൽ അവൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നവനാണ്. റോമറിൽ അവൻ നീതിയാണ്. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നാത്തത് നമുക്ക് വെളിപ്പെടുത്തി തന്നവനാണ്. ഗലാത്യ ലേഖനത്തിൽ അവൻ എൻ്റെയും നിന്റെയും ശാപം മാറ്റാനായി സ്വയം ശാപമായി തീർന്നവനാണ്. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ അവൻ സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ അവൻ സന്തോഷമാണ്. കൈസർക്കുള്ള ലേഖനത്തിൽ അവൻ പ്രത്യാശയായ ക്രിസ്തുവാണ്. 1 തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ 2 തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ അവൻ 1000 ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ്. 1-2 തീമോത്തിയോസിൽ
ലേഖനത്തിൽ അക്ഷേത ജ്ഞാനം നൽകുന്നവനാണ്. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ അവൻ പ്രതിഫലത്തെ നൽകുന്നവനാണ്. ഫിലോമോന് വേണ്ടിയുള്ള ലേഖനത്തിൽ അവൻ നമ്മുടെ കടങ്ങളെ മാറ്റുന്നവനാണ്. എബ്രായർക്ക് വേണ്ടിയുള്ള ലേഖനത്തിൽ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. യാക്കോബ് ശ്ലീഹാ എഴുതിയ ലേഖനത്തിൽ അവൻ നല്ല ദാസനും തികഞ്ഞ വരങ്ങളും നമ്മുടെ മേൽ പകരുന്നവനാണ് എന്ന് നമുക്കറിയാം. പത്രോസിൻ്റെ 1, 2 ലേഖനത്തിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. യോഹന്നാൻ ശ്ലീഹായുടെ 1, 2, 3 ലേഖനങ്ങളിൽ അവൻ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ പ്രസ്താവിച്ചത് ജീവനാണ്. യൂദായുടെ ലേഖനത്തിൽ അവൻ വീഴാത്തവണ്ണം മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനായി നിർത്തിയവനാണ്. വെളിപാട് സാഹിത്യത്തിൽ അവൻ രാജാതിരാജൻ, കർത്താതികർത്തൻ, സകല ജനവും കാണെ മെഹാരുടനായി വെളിപ്പെട്ടവനാണ്. ദൈവ വിശ്വാസത്താൽ എഴുതിയതാണ് വേദപുസ്തകം. നാം അത് മനസ്സിലാക്കി ദൈവാശ്രയത്തിൽ ജീവിച്ചാൽ ബാക്കിയുള്ള ജീവിതം അത് അനുഗ്രഹപ്രദമായിരിക്കും. നമുക്ക് അങ്ങനെ അനുഗ്രഹപ്രദമായി ഇത് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ 66 പുസ്തകങ്ങൾ എന്തിനു വേണ്ടി എഴുതി, അവിടെയൊക്കെയും നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ആ പ്രവൃത്തി എന്താണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയതിന് ശേഷം നാം ആ വേദപുസ്തകം വായിക്കുന്നുവെങ്കിൽ, നമുക്ക് അതിൻ പ്രകാരം പിന്നീട് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.